ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ സാൻ യൂജിനെ അവൻ്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന പക്ഷെ ഇപ്പോൾ ഒരുപാട് ഡാർക്ക് സീക്രട്ടുകളൊക്കെ സൂക്ഷിക്കുന്ന വാമ്പയർ ആയിട്ടുള്ള ടേവുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിട്ട് അവളെ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സാനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഹ്യങ് ആകട്ടെ ഇപ്പോൾ ടേവുവിൻ്റെ കസ്റ്റഡിയിലാണ്. ഇതേ സമയത്ത് ഇവരുടെ വാമ്പയേഴ്സിന്റെ ഒക്കെ ഒരു ലീഡർ തന്നെ ആയിട്ടുള്ള യോനെ ആകട്ടെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ക്വങ്ങിനെ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ സാൻ ഇപ്പോ യൂജിനെ സേഫ് ആക്കിയിട്ട് ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ വളരെ സേഫായി വെച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരെങ്ങോട്ട് പോയിന്ന് ഒരു ഐഡിയ ഇല്ലാതെ ടേവുന് ആകെ ഭ്രാന്ത് പിടിച്ച് അവന്റെ ഗുണ്ടകളെ വെച്ചിട്ട് നമ്മുടെ ഈ ഹങ്ങിനെ വളരെയായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇതേ സമയം സാൻ ആകട്ടെ ഇതിനു മുമ്പത്തെ ഒരു എപ്പിസോഡിൽ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള യങ്ങിനെ അവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ അച്ഛൻ ആ ഒരു വില്ലൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഇപ്പൊ സാൻ ആ സന്യങ്ങനെ വിളിച്ചിട്ട് അവളുടെ അച്ഛൻ ചെയ്ത പോലെ തന്നെ അവന് 2 ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് യൂജിനെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പ്ലാനിൽ അങ്ങനെ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കാനായിട്ട് അവളുടെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ യൂജിൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം കേട്ട് അവൾ ഞെട്ടി പോകുന്നുണ്ടെങ്കിലും സാൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അവള് അതിനെ സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് സൺലൈറ്റ് ഒക്കെ വരുമ്പോൾ സാനിന് അതിൽ നടക്കാൻ പറ്റുന്നതായിട്ടും യൂജിൻ ശ്രദ്ധിച്ച് അവനോട് ശരിക്കും അവനെന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവന് യാതൊരു ഐഡിയ ഇല്ലെന്ന് സാൻ ഇപ്പൊ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് പഴയ പോലെ ഒരു ഹ്യൂമൻ ആയിട്ട് മനുഷ്യരെ പോലെ ഫുഡ് കഴിക്കാനും സൺലൈറ്റിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹ്യങ്ങിന്റെ ഫോണിലേക്ക് സൺ യങ് സാനിന്റെ ലൊക്കേഷൻ അയച്ചിട്ട് സാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന സേഫ് ആവുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും എന്തോ ഒരു ആപത്ത് അവനെതിരെ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ലൊക്കേഷൻ അയച്ച് അത് കാണുന്ന ടേവുന് ഭാഗ്യം അവന്റെ ഒപ്പം എന്ന് തോന്നിപ്പോവാണ്. അങ്ങനെ സാന്റെ ലൊക്കേഷൻ കിട്ടിയപ്പോ തന്നെ ടേവു നേരെ അവിടേക്ക് പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ യൂജിൻ വളരെ വീക്ക് ആവുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. അവൾ ഒരു വാമ്പയർ ആയതുകൊണ്ടും സമയത്തിന് ബ്ലഡ് കിട്ടാത്തതുകൊണ്ടും അവളുടെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് സാൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡ് എല്ലാം നിറച്ച ഒരു ഇൻഹെയിലർ ഇപ്പൊ അവൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനെല്ലാം ശേഷം സാൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടേക്ക് കുറെ ഗുണ്ടകൾ വന്ന് അവർ അറ്റാക്ക് ചെയ്ത് യൂജിനെ പിടിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ സാൻ ആദ്യം അവരൊക്കെ ഇടിച്ചിട്ടിട്ട് പിന്നീട് യൂജിന്റെ തലയിൽ ഒരു ബ്ലാങ്കറ്റ് ഇട്ടിട്ട് വളരെ സേഫ് ആയിട്ട് അവളെ കാറിലേക്ക് കയറ്റുന്നുണ്ട്. ഇപ്പൊ ഡേ ആയതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഉണ്ടെങ്കിലും അവളെ ആ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് അവൻ സേഫ് ആയി നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവരുടെ വീട്ടില് കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ യോന അവളുടെ കുറെ ആൾക്കാരും കൂട്ടിയിട്ട് ആ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ആ ഹെൽപ്പേഴ്സ് ലിസ്റ്റ് എവിടെയെന്ന് വൂളിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്റെ ബ്രദറിന് എന്താ സംഭവിച്ചതെന്ന് തന്റെ അടുത്ത് പറയാനും അല്ലെങ്കിൽ നിനക്ക് ആ ഒരു ഹെൽപ്പേഴ്സ് ലിസ്റ്റ് ഞാൻ തരില്ലെന്നും വൂള് പറയുമ്പോൾ സാനിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീ ഇപ്പൊ ആ ഹെൽപ്പേഴ്സ് ലിസ്റ്റ് എനിക്ക് തന്നോന്നും അല്ലെങ്കിൽ സാൻ ഡേഞ്ചറിലാവുമെന്നും അവള് പറയുമ്പോൾ വൂള് ആ ഒരു ഹെൽപ്പേഴ്സ് ലിസ്റ്റ് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് അവൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവളുടെ ഒപ്പം താനും വരുമെന്ന് വാശി പിടിച്ചിട്ടാണ് അവള് നിൽക്കുന്നത്. ഇതേ സമയത്ത് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന സാനും യൂജനും കൂടിയിട്ട് ആ കാറിലിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയാലും അവർ വീണ്ടും നമ്മൾ അന്വേഷിച്ചു വരുമെന്നും നമുക്ക് സമാധാനം തരില്ലെന്നും യൂജിൻ പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ നിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് യോന അവന് തിരിച്ചു കൊടുത്ത ആ ഒരു പെൻഡന്റ് എടുത്ത് വീണ്ടും അവൻ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ ടീവുന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഹ്യങ്ങിനെ അവർ അടിച്ച് തളർത്തി ഇട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ കാണിച്ച് സാനിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവനെ ഇപ്പൊ തന്നെ ഞങ്ങൾ കൊന്നുകളയുന്നും അങ്ങനെ ചെയ്യാതിരിക്കാനെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ആദ്യത്തെ കാറിൽ നീ യൂജിനെ കയറ്റി വിട്ടിട്ട് മറ്റേ കാറിൽ ഞങ്ങളുടെ ഒപ്പം വരണമെന്ന് പറയുമ്പോൾ അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് യോനയോടൊപ്പം ആ ഒരു കാറിലിരുന്നോണ്ട് പോകുന്ന വൂളിനെയാണ്. കാര്യം ആദ്യമൊക്കെ തന്റെ ഒപ്പം വരാനായിട്ട് യോന സമ്മതിച്ചില്ലെങ്കിലും തനിക്ക് ഇഷ്ടമുള്ളവരെ തനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അവൾ പറയുമ്പോൾ യോനയ്ക്കും അവള് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഓർമ്മകളൊക്കെ വന്നിട്ട് അതുകൊണ്ടാണ് അവൾ അതിനെ സമ്മതിക്കുന്നത്. അങ്ങനെ യോന അവളെ നേരെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ട് ഇത് നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയേ കൂടില്ലെന്നും അതുകൊണ്ട് ഹെൽപ്പിനായിട്ട് ആൾക്കാരെ വിളിക്കാനും പറയുന്നുണ്ട്. ഒരു സമയത്തൊക്കെ യോന ഇത്തിരി മനസാക്ഷിയോടെ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേ സമയം സാനിനെയും യൂജിനെയും കാണിക്കുകയാണെങ്കിൽ സാൻ ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെ യൂജിനെ വിട്ടുകൊടുക്കാനോ അങ്ങനെ കാരണം അങ്ങനെ കൊന്നുകളയാനോ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ യൂജിൻ തന്നെ സ്വയം റിസ്ക് എടുത്ത് അവരോടൊപ്പം പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. താൻ ഓൾറെഡി മരിച്ചൊരു വ്യക്തിയാണെന്നും എത്രമാത്രം നമ്മുടെ കാര്യം പോസിബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്നും എന്നാൽ ഹ്യങ് നിന്റെ ഒപ്പം പണ്ട് മുതലേ നിന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവനെ രക്ഷിക്കാനും പറഞ്ഞിട്ട് അവൾ സ്വയം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവന്റെ ആൾക്കാരെല്ലാം യൂജിനെ പിടിച്ചിട്ട് നേരെ ടേബിളുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവൻ അവളെ കെട്ടിയിട്ടിട്ട് നീ ഇപ്പൊ ചെയ്തതിന്റെ കോൺസിക്വൻസസ് ഒക്കെ നീ അനുഭവിക്കുമെന്ന് അവളെ വാൺ ചെയ്യുന്നുണ്ട്. അതേസമയം യോന ആകട്ടെ ഈ ടേബിളിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വൂള് നേരെ ഡിറ്റക്റ്റീവിനെ വിളിച്ചിട്ട് അയാളെയും കൊണ്ട് നേരെ
സാനിന്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ടേവു സാനിനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് യൂജിനും ഹ്യങ്ങും എവിടെയാണ് ടേവു അവനോട് ചോദിക്കുമ്പോൾ ഇതെല്ലാം നീ തന്നെ നോക്കി കണ്ടുപിടിക്കാനായിട്ട് അവൻ പറയുന്ന കേട്ടിട്ട് സാനിപ്പോ അവനോട് കരഞ്ഞ് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ടേവു ആകട്ടെ അവന്റെ മുഖത്തിട്ട് ഒരു പഞ്ച് കൊടുത്തിട്ട് നീ എന്തിനാണ് എന്നോട് സോറി ചോദിക്കുന്നതെന്ന് തിരിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ അവിടുത്തെ ലൈറ്റ് ഇടുന്ന സമയത്ത് അവിടെ 2 ചെയറിലായിട്ട് 2 പേരെ കൈയെല്ലാം കെട്ടിവെച്ചിരിക്കുന്നതും അവൻ സാനിനെ കാണിച്ചിട്ട് അവന്റെ കയ്യിൽ ഒരു ഗണ്ണ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഇരിക്കുന്ന 2 പേരില് ഒരാള് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഹ്യങ് ആണെന്നും രണ്ടാമത് യോനയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ക്വങ് ആണെന്നും അവൻ പറയുന്നുണ്ട്. ഇനി സാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആ ഒരു 2 പേരെ നോക്കിയിട്ട് അവന്റെ ഡിറ്റക്റ്റീവ് ബുദ്ധികളെല്ലാം വെച്ചിട്ട് അതിൽ നിന്ന് ഹ്യങ്ങിനെ കണ്ടുപിടിച്ച് മറ്റേയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ് ചെയ്യേണ്ടതെന്ന് അവൻ സാനിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല താൻ 10 വരെ എണ്ണുമ്പോഴത്തേക്കും അവനത് കംപ്ലീറ്റ് ചെയ്യണമെന്നും അവൻ പറയുന്നുണ്ട്. ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചോ എന്ന് വെച്ചാൽ ഇല്ലായിരുന്നു. കാരണം ഇപ്പൊ അവൻ UV റേഡിയേഷൻസിനൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന യൂജിനെ അവന് കാണിച്ചു കൊടുത്തിട്ട് നീ അവരിൽ ആരെങ്കിലും ഒരാളെ കൊന്നില്ലെങ്കിൽ നിന്റെ കൺമുമ്പിൽ വെച്ച് യൂജിനെതിരെ ആ ഒരു UV റേഡിയേഷൻ ഞാൻ ഓൺ ചെയ്ത് അവളെ കൊന്നുകളയെന്ന് പറയുമ്പോൾ സാനിനും വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഹ്യങ്ങിനെ പറ്റിയിട്ടുള്ള അവരെ 2 പേരും കൂടി ഷെയർ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസ് എല്ലാം ആലോചിച്ച് ഏറ്റവും അവസാനം ആ ഒരു ചെയറിലുണ്ടായിരുന്ന ഒരാളെ അവൻ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇത് കണ്ട് അവനൊരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാതെ ടേവും ആകെ ഷോക്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവൻ ഷൂട്ട് ചെയ്ത ആ ഒരു ഷീറ്റ് മാറ്റിയിട്ട് നേരെ അവന്റെ എതിരെ എണീറ്റ് വരുന്നത് യോന ആയിരുന്നു. അത് കണ്ട് വളരെ ഷോക്ഡ് ആയിട്ട് ടേവു നിൽക്കുന്ന സമയത്താണ് ഫ്ലാഷ് ബാക്കിൽ യോന ഈ ടേവുവിന്റെ ഒരു റൈറ്റ് ഹാൻഡ് മെന്റിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവനെ തന്റെ സൈഡിലാക്കിയിട്ട് അവന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ക്വങ്ങിനെ അവിടെ നിന്ന് സേഫായി മാറ്റി ആ സ്ഥാനത്ത് അവൾ കയറി ഇരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവന്റെ ആ ഒരു റൈറ്റ് ഹാൻഡ് മെൻ തന്നെ സാനിന് ആ ഒരു തോക്ക് കൊടുത്ത സമയത്ത് അവിടെ ഇരിക്കുന്നത് യോനയാണെന്ന് ആ ഒരു റൈറ്റ് ഹാൻഡ് മെന്നും സാനിന് ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സാനും കറക്റ്റ് ആയിട്ടുള്ള യോനയെ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അവൾ ഒരു വാമ്പയർ ആയതുകൊണ്ട് ആ ഒരു ഷൂട്ടിംഗ് ഒരിക്കലും അവൾക്ക് ഏറ്റില്ലെന്ന് മാത്രമല്ല പിന്നീട് അവരുടെ ആൾക്കാരോടൊക്കെ അവനെ പിടികൂടാനായിട്ട് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തെ ചെയറിലായിരുന്ന ഹങ്ങിനെ അവൾ അഴിച്ചു വിട്ടിട്ട് സാനിനെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ച് യോന അവിടെ നിന്ന് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ക്വങ്ങിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ടേവു ആകട്ടെ അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ തന്നെ ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെല്ലാരെയും ഉപദ്രവിച്ച് താഴെ ഇടുന്നുണ്ട്. പിന്നീട് അവൻ നേരത്തെ ഹ്യങ് ഫ്രീ ആയിട്ട് വിട്ട സാനിനെതിരെ ചെന്നിട്ട് പിന്നീട് അവിടെ സാനും അവനുമായിട്ട് വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് സാൻ അങ്ങനെ വാമ്പയർ ആയിട്ടും അങ്ങനെ ബ്ലഡ് ഒന്നും കുടിക്കാത്തതുകൊണ്ട് അവൻ വീക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ബ്ലഡ് എല്ലാം കുടിച്ച് ഭയങ്കര പവർ ആയിട്ടുള്ള ടേവു കണക്കിനിട്ട് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരസ്പരം അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഹ്യങ് യൂജിനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്ന തേനുകളെല്ലാം പൊട്ടിച്ച് അവൾ അവിടെ നിന്ന് ഫ്രീ ആവാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും അവളാകട്ടെ അവരുടെ 2 പേരുടെയും ഫൈറ്റ് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ ഹെൽപ്ലെസ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ടേവു അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയിൻ ഉപയോഗിച്ച് സാനിന്റെ കഴുത്തിന് ചുറ്റി അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് നോക്കുമ്പോൾ സാൻ എങ്ങനെയൊക്കെയോ ആ ഒരു ചെയിൻ പൊട്ടിച്ച് കഷ്ടിച്ച് രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ യോന ഒരു വിധത്തിൽ ക്വങ്ങിനൊക്കെ കണ്ടുപിടിച്ച് അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കും വയ്യാതായിട്ടിരിക്കുന്ന ക്വങ്ങിന് ഇനി അധികം ആയുസില്ലെന്ന് അവൻ തന്നെ മനസ്സിലാക്കിയിട്ട് ഇപ്പോ യോനയുടെ പഴയ പേര് അവളെ വിളിച്ചിട്ട് പിന്നീട് യോനയുടെ മൈൻഡിൽ അവൻ പഴയ ആ ഒരു രൂപത്തിലേക്ക് പോയിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ അവള് കാരണം ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടെന്നും പിന്നീട് അത്രയും പേരെയൊക്കെ കൊന്നതിന്റെ ആ ഒരു കുറ്റബോധവും പേടിയൊക്കെ കാരണം പിന്നീട് ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാനോ സാധാരണക്കാരെ പോലെ ഫുഡ് കഴിക്കാനോ തനിക്ക് കഴിഞ്ഞില്ലെന്നും അങ്ങനെ പയ്യെ പയ്യെ യോനയോട് അവൻ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും അഫെക്ഷനൊക്കെ മാറി ഒരു പേടിയായെന്നും അങ്ങനെയാണ് അവന്റെ ജീവിതം തന്നെ മാറിയതെന്നും അവൻ പറയുന്നുണ്ട്. പക്ഷെ തനിക്ക് മരിക്കുകയാണെങ്കിലും അവളുടെ കയ്യിൽ കിടന്ന് മരിക്കണമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്നും അതിപ്പോൾ സാധിക്കാൻ പോവാണെന്നും അവൻ പറയുമ്പോൾ യോനയാകട്ടെ ഇപ്പോൾ അവളുടെ കൈ മുറിച്ച് അവന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സമയത്തിന് ക്വങ് അവളുടെ കൈ പിടിച്ചിട്ട് ഇനിയും നമുക്ക് അങ്ങനെ ജീവിക്കണ്ടെന്നും എന്റെയും നിന്റെയും സമയം പണ്ടേ കഴിഞ്ഞു പോയതാണെന്നും പറഞ്ഞ് അവൻ ഇപ്പോൾ മരണത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും യോന വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ അവളെ ഹഗ് ചെയ്ത് എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അവരുടെ നേർക്ക് സൺലൈറ്റ് വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്നും പേടിക്കണ്ടെന്നും പറഞ്ഞ് അവർ 2 പേരും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് അവരുടെ 2 പേരുടെയും ആ ഒരു സ്റ്റോറി അവിടെ കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മൾ അകത്തെ സീൻ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഹ്യങ് ഒരു വിധത്തില് യൂജിന്റെ ചെയിൻസ് എല്ലാം അഴിച്ച് അവളെ ഫ്രീ ആക്കുമ്പോൾ എങ്ങനെയെങ്കിലും പോയിട്ട് ആൾക്കാരെ കൂട്ടി സാനിനെ രക്ഷപ്പെടുത്താൻ ഇപ്പൊ യൂജിൻ അവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് എനിക്കറിയാമെന്ന് അവന്റെ അടുത്ത് പറയാണ്. അതേ സമയത്ത് തന്നെ ടേവും സാനും കൂടി പൊരിഞ്ഞടി നടക്കുന്ന സമയത്ത് യൂജിൻ അവരെ വിളിച്ച് എല്ലാം നിർത്താനായിട്ട് ആവശ്യപ്പെടാണ്. അതിനുശേഷം സാനിനെ നോക്കിയിട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു UV ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതും അവിടേക്ക് ലൈറ്റ് എല്ലാം വന്നിട്ട് സ്ക്രീൻ ഫുള്ള് ബ്രൈറ്റ് ആയി പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്.
ഇതേ സമയത്ത് സാൻ ആകട്ടെ വീണ്ടും അവളെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ UV ലൈറ്റൊക്കെ അടിച്ചതിന്റെ പേരിൽ കേവും അവിടെ വെച്ച് ഇല്ലാണ്ടായിട്ട് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുമ്പോൾ സാൻ ഇപ്പോ യുജിന്റെ കഴുത്തിൽ അവൻ കെട്ടിക്കൊടുത്ത ആ ഒരു പെൻഡന്റ് മാത്രം കയ്യിൽ വെച്ച് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു സൺലൈറ്റ് അടിച്ചതുകൊണ്ട് യോന അവിടെ വെച്ച് അപ്രത്യക്ഷമായിട്ട് പോയതും മരിച്ചു കിടക്കുന്ന ക്വങ്ങിന്റെ ആ ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് വന്നിട്ട് ശരിക്കത്തെ ഹെൽപ്പേഴ്സ് ലിസ്റ്റിന്റെ പേരുകളെല്ലാം ഉണ്ടായിരുന്ന ആ ഒരു USB ഡ്രൈവ് ഇപ്പൊ ആരൊക്കെ വന്ന് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഈ ഒരു വാമ്പയേഴ്സിന്റെ ഒക്കെ സ്റ്റോറി ഇവിടെ അവസാനിച്ചിട്ടില്ലെന്നും ഇതിൽ നിന്ന് എന്തോ വലുത് ഇനി വരാനിരിക്കുന്നതുള്ളൂ എന്നും ഒരു ഹിന്റ് നമുക്ക് തരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹ്യങ് അങ്ങനെ ഒരു വിധത്തിൽ അവിടേക്ക് വന്നുകൊണ്ടിരുന്ന വൂളിനെയും ഡിറ്റക്റ്റീവിനെയും കണ്ടുപിടിച്ച് സാൻ ഉണ്ടായിരുന്ന ആ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഇപ്പൊ ആ ഒരു റൂം എംപ്റ്റി ആയിട്ട് സാൻ ഇപ്പോൾ എങ്ങോട്ടാ പോയേന്ന് യാതൊരു ഐഡിയയും ഇല്ലാതെ അവർ 3 പേരും ആകെ അങ്ങനെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നീട് 1 വർഷത്തിന് ശേഷമുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹ്യങ്ങും അവന്റെ ഫ്രണ്ടായിട്ടുള്ള ഡിറ്റക്റ്റീവും ഡോക്ടറും നേഴ്സും എല്ലാവരും ഇപ്പോൾ ഒരു ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പൊ വൂളും സാനും അവരുടെ ഒപ്പം ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേ സമയത്ത് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് അവന് വൂളിന്റെ ഒരു കോളിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവളിപ്പോൾ അവരുടെ അടുത്തുള്ളതായിട്ടും അവർ കാണുന്നുണ്ട്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവരെല്ലാവരും മീറ്റ് ചെയ്യാൻ വന്നിട്ട് നിങ്ങളോട് ഞാൻ അന്ന് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇനി സാനിനെ കണ്ടുപിടിച്ചിട്ടേ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുള്ളൂ എന്ന്, ആ ഒരു കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്നും സാനിനെ ഇപ്പൊ ഞാൻ ട്രാക്ക് ചെയ്ത് അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്നും ഇനി നമുക്ക് എല്ലാവർക്കും കൂടി അവിടേക്ക് പോവാമെന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി നമ്മുടെ സാനിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരുമിച്ച് ഇറങ്ങും എന്ന ആ ഒരു സീൻ കൂടി കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അല്ല നമ്മുടെ ഡ്രാമ തന്നെ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഈ ഒരു ഡ്രാമയെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ കൊറിയൻ ഡ്രാമാസ് എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഓരോ എപ്പിസോഡ്സിലും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ടുകൾ കൊണ്ടുവന്ന് ഒരു വാമ്പയർ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ട് മാറിയ എങ്ങനെയിരിക്കും എന്ന് കാണിച്ചു തന്ന നല്ല ഒരു ത്രില്ലിംഗ് ഡ്രാമ തന്നെയായിരുന്നു വാമ്പയർ ഡിറ്റക്റ്റീവ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രാമാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഡ്രാമയെ പറ്റിയിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും കമന്റുകൾ വഴി ഞങ്ങളെ അറിയിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും ഏതെങ്കിലും കൊറിയൻ ഡ്രാമാസ് ഒക്കെ നിങ്ങൾക്ക് സജഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അതും കമന്റുകൾ വഴി ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ അടുത്തത് നല്ലൊരു ഡ്രാമയായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.